ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അടിപൊളി റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഒരു സ്മൈലെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് സ്കൂളില്ലാത്ത ദിവസത്തിനെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സാവധാനം ഇരുന്നിട്ടൊരു ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ഹറിബറി ഒന്നുമില്ലല്ലോ. അങ്ങനെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ട റോസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ വെളിച്ചെണ്ണൻ്റെ ബോട്ടിലൊന്ന് ഫില്ല് ചെയ്യാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഈ കുക്കറിൽ ഒരു 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയും 2 തക്കാളിയും 2 വിസിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം ഇങ്ങനെ വഴറ്റി നിൽക്കണ്ടല്ലോ, ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിക്കണേ. ഇനിയിപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 10 കാഷ്യൂ എടുത്തുക്കണേ. 7 to 10 വരെ കാഷ്യൂ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തുക്കണേ. അപ്പോഴാണ് പച്ചമുളക് ഇടാൻ മറന്നായത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തുക്കണേ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് എണ്ണയിൽ മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നല്ലോണം വഴന്ന് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റൊക്കെ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ നമ്മളെ മസാല ഇതുപോലെ ഒന്നായി വന്നിക്കണം കേട്ടോ. നല്ലോണം ഇങ്ങനെ കുഴമ്പ് രൂപത്തിലായിട്ട് വന്നിക്കണം. അപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട കഷ്ണം മുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മുഴുവനായിട്ടോ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ മസാല നല്ലോണം മുട്ടൻ്റെ മുകളിലൊക്കെ പൊതിഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഇതാ വെള്ളപ്പം കൂടി ചുട്ടെടുക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതൊക്കെ റെഡി ആയിട്ടോ. വെള്ളപ്പവും മുട്ട റോസ്റ്റും ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഉച്ചക്കിലുള്ള ലഞ്ചും കൂടി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഉണ്ട് ഇനിയിപ്പോൾ. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയും ഉപ്പേരിയും ഒക്കെ ഒന്ന് വേറൊരു പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ മോര് കറിയും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതുകൊണ്ട് തോരനും വെച്ചു കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കിച്ചണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഇടുകയാണ്. കിച്ചണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ തന്നെ തുടച്ചിടും കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പുമാണ്. പിന്നെ സോപ്പൊക്കെ ഇട്ടിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലീൻ ചെയ്യൽ. ലഞ്ചിൻ്റെ ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചിടാനുള്ളൂ.
ഇനിയിപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ. ഇന്ന് രാത്രി നല്ല അടിപൊളി ഒരു മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആവോലിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കരിമീനോ അങ്ങനെ എന്ത് മീൻ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മീനൊന്ന് മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് സുറുക്കിയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മീൻ മസാല തേച്ചെടുക്കുന്നത്. അപ്പോൾ മീൻ മസാല തേക്കുമ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി പോയിട്ടുണ്ടെങ്കിൽ മീനിന് ആ ഒരു ടേസ്റ്റ് തന്നെ ഇല്ലാതാവും. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ചേർക്കുകയാണെങ്കിലും ഒരു പിഞ്ചേ ചേർക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിൽക്കൊരു കാര്യം ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയുള്ളി ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കണ പോലെ ഇതൊന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ മീൻ പൊള്ളിക്കുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും അതുപോലെ തന്നെ അതിലേക്കൊരു 10 കാഷ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണയും കുറച്ചും കൂടി നെയ്യും കൂടിയും ചേർത്തിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണൻ്റെ കൂടെ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ മീൻ ഫ്രൈക്കും അതുപോലെ ഒരു മസാലക്കൊക്കെ ഉണ്ടാവുക. ഇനിയിപ്പോൾ മീൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ ഞാനൊരു 3 വലിയുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിക്കണേ. ആ ഒരു ടൈമിൽ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ 2 വലിയ തക്കാളിയും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ ആയി വരണം കേട്ടോ. ആ ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടിയൊക്കെ നല്ലോണം വഴന്ന് വന്നാൽ അതിലേക്ക് ഞാനൊരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും ഈ ഒരു മസാലയും ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ നല്ല മസാലയൊക്കെ നല്ല തിക്കായിട്ട് അടിപൊളിയായിട്ട് വന്നിക്കണ്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിക്കണ്. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ്. അപ്പോൾ നമ്മൾ മീൻ പൊള്ളിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു മീൻ പൊള്ളിച്ചതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ വാഴൻ്റെ ഇലയിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മീൻ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് 10 മിനിറ്റും മറ്റേ സൈഡ് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചത് റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ചെറിയുള്ളിയും അതുപോലെ ആ കാഷ്യും വറുത്തിടുന്നത് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു മീൻ പൊള്ളിച്ചതിന് ഇടയ്ക്കൊരു കാഷ്യൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഉള്ളിൻ്റെ ആ ഒരു നെയ്യിലും ഇതിലൊക്കെ ഇട്ട് വറുത്തതല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.